നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മൗനം വെടിഞ്ഞു പിണറായി വിജയൻ. ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നു. ഇടതുമുന്നണി നേരിട്ടത് അപ്രതീക്ഷിത തോൽവി. ഈ ജനവിധി അവസാനമല്ല, തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പുതിയ തുടക്കമാണ്. തെരഞ്ഞെടുപ്പ് നേട്ടത്തിൽ UDF-ന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും പിണറായി വിജയൻ. അർജുൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ സമ്മതിക്കുന്നു പിണറായി വിജയൻ. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം 4 ദിവസത്തിന് ശേഷം ഉള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്? സ്വാതി, അല്പസമയം മുമ്പാണ് പിണറായി വിജയന്റെ പ്രസ്താവന വന്നത്. വിശദമായിട്ടൊരു കുറിപ്പാണ് അദ്ദേഹം പുറത്തിറക്കിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDF-നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിട്ടുള്ളതെന്ന് പറയുക വഴി ഇതല്ല പ്രതീക്ഷിച്ചതെന്നാണ് മുഖ്യമന്ത്രി വിശദമാക്കുന്നത്. എല്ലാവിധ എതിർപ്രചരണങ്ങൾക്കും ആക്രമണങ്ങൾക്കുമിടയിലും LDF-ന് ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുന്നതായും പിണറായി പറയുന്നുണ്ട്. 3ാം വട്ടം തുടർച്ചയായി പ്രതീക്ഷിച്ച വിജയം കൈവിട്ടെങ്കിലും വലിയൊരു വിഭാഗം LDF-നൊപ്പം ഉറച്ചു നിന്നു എന്നാണ് പിണറായി പറയുന്നത്. LDF-ന് ഈ ജനവിധി ഒരു അവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള പുതിയ തുടക്കമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആത്മവിശ്വാസം. ജനങ്ങളുടെ വിശ്വാസം മെച്ചപ്പെട്ട നിലയിൽ വീണ്ടെടുക്കാനും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും പ്രതിജ്ഞാബദ്ധരാണെന്ന് പിണറായി പറയുന്നു. അതിനോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായി നിലകൊള്ളുമെന്ന് പിണറായി പറയുന്നുണ്ട്. കേരളത്തിന്റെ മതനിരപേക്ഷതയും ബഹുസ്വരതയും സംരക്ഷിക്കുക എന്നത് LDF-ന്റെ നിലപാടാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ചില സൂചനകൾ മതനിരപേക്ഷത സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞ് BJP-ക്ക് 3 സീറ്റുകൾ ലഭിച്ചതിനെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശങ്കയോടെയാണ് കാണുന്നത്. ഒരു വർഗീയതയോടെയും സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങളുടെ പോരാട്ടം തുടരുമെന്നും പിണറായി വിജയൻ പറയുന്നു. തെരഞ്ഞെടുപ്പിനിടയിൽ വ്യാപകമായ വ്യാജ പ്രചാരണങ്ങൾ നടന്നു എന്നാണ് പിണറായി പറയുന്നത്. അതിൽ ചില മാധ്യമങ്ങൾ വഹിച്ച പങ്ക് ഗൗരവമായി പരിശോധിക്കണമെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്കും വിമർശനമുണ്ട്. അർദ്ധസത്യങ്ങളെയും അതിശയോക്തികളെയും വസ്തുതാവിരുദ്ധ പ്രചരണങ്ങളെയും ആശ്രയിച്ച അവതരണങ്ങൾ ജനാധിപത്യത്തിന് ഗുണകരമല്ല എന്ന് പിണറായി പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ തെറ്റുതിരുത്തൽ എങ്ങനെയായിരിക്കും എന്ന് വിശദീകരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം സമഗ്രമായി പരിശോധിക്കാനും എല്ലാ സഖാക്കളെയും കേൾക്കാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായ തുറന്ന പരിശോധനയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പിണറായി പറയുന്നു. അതിനോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും അവർക്ക് പറയാനുള്ള കാര്യങ്ങളും ആശങ്കകളും അഭിപ്രായങ്ങളും കേൾക്കും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് പിണറായി പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഞങ്ങളെ എതിർത്ത ശക്തികൾ UDF, BJP, ചില മാധ്യമങ്ങളുടെ നിലപാട് ഇവയെല്ലാം ചേർന്നുണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് തിരിച്ചടി ഉണ്ടായതെന്ന് പിണറായി പറയുന്നുണ്ട്. അരാഷ്ട്രീയ സ്വഭാവമുള്ള ചില കേന്ദ്രങ്ങളുടെ തെറ്റായ പ്രചരണത്തിൽ ചിലർ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നും പറയുന്നു. പക്ഷേ ശക്തമായിട്ട് തിരിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് പിണറായിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. അർജുൻ, ഇപ്പോൾ LDF-നെ സംബന്ധിച്ച് വലിയ ഒരു തോൽവിയാണ് നേരിട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ പ്രസ്താവന ഈ ഒരു 3 ദിവസത്തിന് ശേഷമാണെങ്കിലും പങ്കുവെക്കുന്നത്. ഓരോ കാര്യങ്ങളെയും തൊട്ട് തന്നെയാണ് പങ്കുവെച്ച കുറിപ്പിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം, ഇത്ര വലിയൊരു തോൽവി ഉണ്ടായതിനെ പൂർണ്ണമായും തങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയുന്നതിന് പകരം ഈ UDF, BJP അതുപോലെ ചില മാധ്യമങ്ങളുടെ നിലപാട് ഇവയെല്ലാം ചേർന്നുണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ ഫലം ഉണ്ടായത് എന്നതടക്കം പറഞ്ഞ് വലിയ തരത്തിലുള്ള വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട് പിണറായി വിജയൻ. തീർച്ചയായും UDF-ന്റെ ശക്തമായിട്ടുള്ള വിജയത്തിലെ ഒരു ഘടകം അതാണെന്ന് പിണറായി പറയുന്നുണ്ട്. അതിലാണ് ഈ എതിർപ്പ് ശക്തികൾ ചേർന്നുണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യം എന്ന് വിശദീകരിക്കുന്നത്. അത് UDF-ഉം BJP-യും ചില മാധ്യമങ്ങളുടെ നിലപാടും ഇത് ചേർന്നപ്പോൾ ഉരുത്തിരിഞ്ഞ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത് LDF-ന്റെ തോൽവിക്ക് കാരണമായി എന്ന വിമർശനം സ്വാതി പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയൻ ഈ പോസ്റ്റിൽ പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം അരാഷ്ട്രീയ സ്വഭാവമുള്ള ചില കേന്ദ്രങ്ങളുടെ തെറ്റായ പ്രചരണത്തിലും ചിലരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ള വിമർശനം കൂടി ഉൾക്കൊള്ളുന്നതാണ് പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പൂർണ്ണമായും തോൽവി അംഗീകരിക്കുക എന്നതൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ കൂടി തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള വിമർശനം കൂടിയുണ്ട്. അതേ സമയത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ള ആത്മവിമർശനം കൂടി ഉൾക്കൊള്ളുന്നതാണ് പിണറായിയുടെ ഈ
പോസ്റ്റ്. LDFന്റെ നിലപാടുകളിലും ഇടപെടലുകളിലും വന്ന വീഴ്ചകൾ ജനാധിപത്യപരമായി തന്നെ പരിശോധിക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് എടുത്ത നിലപാടുകളിൽ നടത്തിയ ഇടപെടലുകളിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുക കൂടിയാണ് പിണറായി ചെയ്തിട്ടുള്ളത്. അത് പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും, ജനങ്ങളോടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കും, കൂടുതൽ വ്യക്തതയോടെയും ആത്മവിശ്വാസത്തോടെയും LDF മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. അതേ സമയത്ത് തിരിച്ചടിക്ക് കാരണങ്ങളിലായിട്ടൊന്ന് അത് ഈ പറയുന്ന വ്യാജ പ്രചാരണങ്ങളും ചില മാധ്യമങ്ങളുടെ ഒക്കെ അവരൊക്കെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള പ്രതീതിയും ഒക്കെ കാരണമായിട്ടുണ്ടെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷങ്ങളിലുടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും അതിനെക്കുറിച്ചെല്ലാം പിണറായി വിജയൻ ഈ ഒരു പോസ്റ്റിൽ കുറിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു തുടർച്ച, കൃത്യമായിട്ടുള്ള നല്ല തുടർച്ച ഉണ്ടാകണം UDF ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്ന് പറയുന്നു. എന്നാൽ അവ നടപ്പാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവ നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പുതിയ സർക്കാരിന്മേൽ ജനാധിപത്യ സമ്മർദ്ദം ചെലുത്തുമെന്നും ഒരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി നിലകൊള്ളുമെന്നും അടക്കമുള്ള കാര്യങ്ങൾ കൂടി പിണറായി വിജയൻ ഈ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ടല്ലോ അർജുൻ. തീർച്ചയായും ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളും എന്ന് പിണറായി പറയുന്നുണ്ട്. CPM-ൽ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ആരായിരിക്കുമെന്നുള്ള ചർച്ചകൾ അന്തിമമായിട്ടില്ല. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വരുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതേ ഘട്ടത്തിൽ തന്നെയാണ് പിണറായിയുടെ ഈ വാർത്താക്കുറിപ്പിൽ ശക്തമായ പ്രതിപക്ഷമായി തന്നെ നിലകൊള്ളും എന്നുള്ള കാര്യം പറയുന്നത്. അതിൽ LDF-ന് ഈ ജനവിധി ഒരു അവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള പുതിയ തുടക്കമാണ് എന്നൊക്കെ പറയുന്ന ഘട്ടത്തിൽ തന്നെ LDF സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ വികസനങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്ന് ശക്തമായ പ്രതിപക്ഷ നിലപാടിലൂടെ ഉറപ്പാക്കും എന്ന് പറയുന്നുണ്ട്. അതായത് സമ്പദ് വ്യവസ്ഥ, യുവജനങ്ങളുടെ തൊഴിൽ, സാമൂഹ്യനീതി, പൊതു ആരോഗ്യം, വിദ്യാഭ്യാസം ഇതൊക്കെ LDF കൊണ്ടുവന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പാക്കും എന്ന് പറയുന്നു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും സാമൂഹ്യ സുരക്ഷയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ LDF മുന്നോട്ട് വെച്ച നയങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായവയാണ്. അവ നടപ്പിലാക്കുന്നതിനായി പുതിയ സർക്കാരിന്മേൽ ജനാധിപത്യ സമ്മർദ്ദം ചെലുത്തും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും LDF പിന്തുണയ്ക്കും എന്നുള്ള കാര്യം പറയുന്നു. അതേസമയത്ത് ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കും, ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കും എന്നുകൂടി ചൂണ്ടിക്കാട്ടുന്നു പിണറായി. അർജുൻ, എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം 3-ാം ദിവസമാണ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ മൗനം വെടിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന വരുന്നത്. ഇതിൽ അണികളൊക്കെ കഴിഞ്ഞ ദിവസം പലയിടത്ത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പലതരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ പറയുകയും അതുപോലെ തന്നെ ശക്തമായി തന്നെ തിരിച്ചു വരികയും ഒക്കെ ചെയ്യുമെന്ന് പറയുമ്പോഴും പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള പ്രസ്താവന വരുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രസ്താവന വരുമ്പോൾ അത് ഈ അണികളെ സംബന്ധിച്ച് അവർക്ക് എത്രമാത്രം ശക്തി പകരുന്നതാണ്. ഈ പിണറായി വിജയന്റെ വാക്കുകൾ അത് എത്രമാത്രം ഈ ഒരു തോൽവിയുടെ കാരണം എന്ത് എന്ന് തേടുന്ന ആളുകളെ നീതീകരിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളുണ്ട്. ശക്തമായി തിരിച്ചു വരുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. തെറ്റ് പറ്റിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അതിനോടൊപ്പം തന്നെ ആ തെറ്റുകൾ ജനാധിപത്യപരമായി പരിശോധിക്കും എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിനോടൊപ്പം പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കും. അത് ജനാധിപത്യപരമായി തന്നെ ശരി അർജുൻ, എന്തായാലും